ഒരു നയാ പൈസയും കിട്ടിയില്ല എന്നുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയണ്ടേ, അതും പറഞ്ഞിട്ടില്ല. നോക്കട്ടെ, തരാം പിന്നെ അല്ലാതെ ഇതുവരെയും അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു വിവരം നമുക്ക് ലഭിച്ചില്ല. കിട്ടുന്നതിന് ഞങ്ങൾ പ്രതീക്ഷ, ഞങ്ങൾ കിട്ടുന്നത് വരെ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമായിട്ട് വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും. വാൽപ്പാറ ദുരന്തം കഴിഞ്ഞ് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കേരളത്തിൽ അതുപോലെ സമാനമായ വേറെ ഒരു ദുരന്തം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വാൽപ്പാറ ദുരന്തം നടന്ന അതേ രാത്രി ആ സംഭവം അറിഞ്ഞത് മുതൽ എല്ലാ കാര്യത്തിലും മഞ്ഞളാംകുഴി അലിയും മണ്ഡലത്തിലെ MLA നിലക്ക് മഞ്ഞളാംകുഴി അലി ഉണ്ടായിരുന്നു. അത് ഒരു സാന്നിധ്യം എന്ന നിലയ്ക്ക് മാത്രമല്ല, സാമ്പത്തികമായി അവിടെ ആംബുലൻസിന്റെ കാര്യത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന രോഗിക്ക് പണം, അങ്ങനെ സാമ്പത്തികമായും അദ്ദേഹം അക്കാര്യത്തിലെല്ലാം മുന്നിലുണ്ടായിരുന്നു. അത് പ്രവർത്തകർ പലരും ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ഉണ്ട്. ആ വാൽപ്പാറ ദുരന്തത്തിന് ശേഷം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അവർക്ക് അർഹമായ ഒരു നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല ഇതുവരെ എന്നതാണ് ഇപ്പോൾ പലരും പറയുന്നത്. അതിൽ വാസ്തവമുണ്ടോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ നീണ്ടുപോകുന്നത്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നയാ പൈസ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടൊരു സ്ഥിതി. അവിടെ ബോഡി വന്നു, ബോഡി അവിടെ പിന്നെ കിടത്തി, അവിടെ പന്തലിട്ടിരുന്നു, പിന്നെ ഫ്രീസർ കൊണ്ടിരുന്നു. നമ്മുടെ ദുരിത നിവാരണ കമ്മിറ്റിയൊക്കെയാണ് അത് ചെയ്തിരുന്നത്, നമ്മുടെ കളക്ടറേറ്റിലുള്ള. അവരൊന്നും ഇതുവരെ അതിന്റെ പൈസ പോലും സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഒരു സങ്കടകരമായിട്ടൊരു സ്ഥിതി. ഈ രോഗികൾ ആസ്പത്രിയിൽ കിടന്നപ്പോൾ അവരുടെ ചെലവ്, അവർക്കുള്ള മെഡിക്കൽ, അവിടുത്തെ സൗകര്യങ്ങളൊന്നും ഇതുവരെ ഒരു നയാ പൈസ പോലും പാസ്സാക്കി കൊടുത്തിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇവിടെ വന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ തരാന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ മന്ത്രി വന്നിരുന്നു. അദ്ദേഹം ആയാലും എല്ലാം ഇപ്പൊ റെഡിയാക്കി എന്ന് പറയാന്നല്ലാതെ 5 നയാ പൈസ പോലും ഇതുവരെയും നമ്മുടെ ആ രോഗികൾക്ക് അല്ലെങ്കിൽ ആ മരിച്ചുപോയ പിന്നെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഒരു രോഗിയുണ്ട്, ഒരു പയ്യൻ, ചെറിയ കുട്ടിയാണ്, 11 വയസ്സായ ഒരു കുട്ടി. വളരെ വലിയ ഏറ്റവും കൂടുതൽ പിന്നെ തകരാറുള്ള ആ കുട്ടിക്ക് അതിൽ കാല് പൊട്ടിയിട്ടുണ്ട്, ഉടപ്പല്ല് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ പിന്നെ ബാക്ക് ബോണിന് പിന്നെ പ്രശ്നങ്ങളുണ്ട്. ഇവയെല്ലാം കൂടി ആകെ വളരെ ബുദ്ധിമുട്ടി കിടക്കുന്ന പയ്യന് പണം ഞങ്ങൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുക ചെയ്തത്. കാരണം സർക്കാരിന്റെ ഭാഗത്ത് ഒന്നും കിട്ടിയിട്ടില്ല. പാവപ്പെട്ട പിന്നെ ഇതാണ്. അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീയുടെ മകനാണ്. ആ സ്ത്രീ മരിച്ചുപോയി. ആ കുട്ടിയുടെ പിതാവ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ്. അപ്പൊ ഇതാണ് സർക്കാരിന്റെ ഒരു അവസ്ഥ. തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടൊരു സ്ഥിതി. നമ്മൾ പല പ്രാവശ്യം മന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, തരാന്ന് പറഞ്ഞു എന്നല്ലാതെ ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. നമ്മുടെ പിന്നെ തൃശ്ശൂർ ഇതേപോലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ സർക്കാർ പെട്ടെന്ന് ഇടപെട്ടു, നൽകിയത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ വേണ്ടതാണ്. പക്ഷെ ഇത് തീരെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടൊരു അവസ്ഥയാണ്. ഇതിപ്പോ 2 ദുരന്തം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച വളരെ ദുഃഖകരമായ 2 ദുരന്തങ്ങളാണ് സംഭവിച്ചത്. വാൽപ്പാറ ദുരന്തം ഒരുപക്ഷെ ഒരു സ്കൂളിലെ അധ്യാപകർ ഒന്നാകെ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അവരൊക്കെ മരണപ്പെടുന്നു. വലിയൊരു ദുരന്തമാണ്. കേരളത്തിലെല്ലാവരും അത് ഒരുപക്ഷെ കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്തം. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലുണ്ടായ വെടിക്കെട്ട്, വെടിപ്പുരയ്ക്ക് തീ പിടിച്ചുണ്ടായ ആ അപകടം. അതും നമ്മളെല്ലാവരെയും, മലയാളികളെ ഒന്നാകെ കണ്ണീരണിയിച്ചൊരു ദുരന്തമായിരുന്നു. പക്ഷെ ആ ദുരന്തത്തിൽ പെട്ടെന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ ദുരന്തം പിന്നിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും പക്ഷേ മഞ്ഞളാംകുഴി അലി MLA അദ്ദേഹമല്ല, അദ്ദേഹത്തിനോട് അടുത്ത ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് അന്ന് പണം ഒരുപാട്, അതായത് ആശുപത്രി ചികിത്സയ്ക്ക് ഉൾപ്പെടെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നതെന്നൊരു കാരണമുണ്ട്? അല്ലാതെ കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാനും ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പല പ്രാവശ്യം 10-14 പ്രാവശ്യം അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചാണ്. ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ 2 ദിവസം മുമ്പ് തന്നെ ഞാൻ പോയി ഒന്നുകൂടി കാണുന്നുണ്ട്. ആദ്യത്തെ ദിവസം പറഞ്ഞത് അത് പിന്നെ പൂരത്തിന്റെ ആ പ്രശ്നം, തൃശ്ശൂരിലുള്ള പിന്നെ വെടിക്കെട്ട് അപകടം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ പിന്നെ മീറ്റിംഗ് ആണ് ഇത്, അതിനെ കൂടെ അടുത്ത കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ മന്ത്രിയെ പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ മന്ത്രി നേരിട്ട് പോയി വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ട് എന്തെങ്കിലും എമർജൻസി ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാന്ന് പറഞ്ഞു. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു അടുത്ത ബുധനാഴ്ച വീണ്ടും ഉണ്ടായേക്കാം, മന്ത്രിസഭാ യോഗം ഉണ്ടായേക്കാം. ഉണ്ടെങ്കിൽ ചിലപ്പം അത് പാസ്സാക്കുന്ന ഞങ്ങൾ പ്രതീക്ഷ. എനിക്കറിയില്ല. പക്ഷെ ഇത് രണ്ടും കൃത്യമായിട്ട് തരേണ്ടതാണ്. തൃശ്ശൂർ കിട്ടിയത് അവിടെ സന്തോഷമുണ്ട്. വളരെ പിന്നെ ദുഃഖകരമായിട്ടുള്ള സ്ഥിതിയാണ്. 16 ആൾക്കാരോട് മരിച്ചു. ഇവിടെ 10 ആൾക്കാരാണ് മരിച്ചത്. അതിൽ കൂടുതൽ അധ്യാപകരാണ്. വളരെ സങ്കടകരമായിട്ടുള്ള അവരുടെ കുടുംബങ്ങള്, അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീ, അതുപോലെ തന്നെ 2 ഡ്രൈവർമാര്, പിന്നെ അവരുടെ കുട്ടികളൊക്കെ ഉണ്ട്. ദുഃഖകരമായിട്ടുള്ള സ്ഥിതിയാണ്. ഇതുവരെയും പണം കിട്ടിയില്ല എന്നുള്ളത് വളരെ വളരെ പിന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വരുന്നു May 4. അപ്പോൾ
ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പ്രവർത്തകൻ തന്നെ നമ്മോടൊക്കെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാണ്, ഒരു പക്ഷേ ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ കിട്ടുന്ന സ്ഥിതിയിലേക്ക് പോകേണ്ടി വരുമോ ഇത് എന്തുകൊണ്ട്? അതായത് രണ്ട് ദുരന്തങ്ങളും വലിയ കേരളത്തിൽ എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കിയ ദുരന്തങ്ങളാണ്. ഈ രണ്ട് ദുരന്തങ്ങളെയും സർക്കാർ ഒരുപോലെ കണ്ടില്ല എന്ന ഉള്ളൊരു സങ്കടം അല്ലെങ്കിൽ ഒരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾ? അതിനെപ്പറ്റി ഞാനൊന്നും പറയില്ല. 3 മന്ത്രിമാർ വന്നു. ഒരു മന്ത്രി അവിടെ പൊള്ളാച്ചി പോയി ബോഡികളൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ 2 മന്ത്രിമാർ ഇവിടെ വന്ന്, ശിവൻകുട്ടി അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, 2 പേരും ഇവിടെ വന്ന് ബോഡികൾ കണ്ടു. ആൾക്കാരോട് ദുഃഖം പങ്കിട്ട് പോയത് ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നയാ പൈസയും കിട്ടിയില്ല എന്നുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയണ്ടേ? അതും പറഞ്ഞിട്ടില്ല. നോക്കട്ടെ, തരാം അല്ലാതെ ഇതുവരെയും അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു വിവരം നമുക്ക് ലഭിച്ചില്ല. കിട്ടുന്നതിന് ഞങ്ങൾ പ്രതീക്ഷ, ഞങ്ങൾ കിട്ടുന്നത് വരെ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമായിട്ട് വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും. അല്ല, ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഒരുപക്ഷെ MLA എന്ന നിലയ്ക്ക്, മണ്ഡലത്തിലെ MLA എന്ന നിലയ്ക്ക് സാന്നിധ്യം മാത്രമല്ല സാമ്പത്തികമായും താങ്കളുടെ സ്വന്തം പണം തന്നെ ഒരുപാട് ചെലവഴിച്ചു എന്ന് വൈറ്റ് ഗാർഡിന്റെ അതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും പറയുണ്ടായിരുന്നു. ഈ പണമൊക്കെ താങ്കളുടെ കയ്യിൽ നിന്ന് പോകുന്ന സർക്കാരിൽ നിന്നും ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വലിയൊരു എമൗണ്ട് ചെലവഴിച്ചു എന്നാണ് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇന്ന് രാവിലെ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു. അല്ല, അതിപ്പോ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കാരണം സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങാൻ പാടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ചെയ്തിട്ടുള്ളത്. മരണപ്പെട്ടു പോയ ഡ്രൈവർക്ക് ഒരു വീട് വെക്കാൻ വേണ്ടി വേറൊരു ട്രസ്റ്റ് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 900 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ചില ആൾക്കാർക്കൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് എങ്ങനെയെങ്കിലും പരിശോധിച്ച് എന്തൊക്കെ വേണ്ടത് ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ധാരാളം ആൾക്കാർ, പല ആൾക്കാരും മുന്നോട്ട് വരുന്നുണ്ട്. സർക്കാരിന്റെ പണം കിട്ടിയില്ലെങ്കിലും നമ്മൾ രോഗികളെ ചികിത്സിക്കുന്നത് ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അത് ചെയ്തിട്ടുണ്ട്. അതിപ്പോ അതിനെപ്പറ്റിയൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ഓക്കെ, ഏതായാലും മഞ്ഞളാംകുഴി അലി MLA അദ്ദേഹം എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം അന്ന് രാത്രി ആ സംഭവം നടന്ന അപ്പോൾ മുതൽ അദ്ദേഹം അതിനോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാ സാന്നിധ്യം മാത്രമല്ല സാമ്പത്തികമായി. അപ്പൊ ഏതായാലും സർക്കാരിന്റെ സഹായം ലഭിക്കാത്തത് ഒരുപക്ഷെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതൊരു ആശങ്കയാണ്. കാരണം എന്ന് വെച്ചാൽ 2 ദുരന്തങ്ങളും കേരളത്തിലുള്ളവരെ സങ്കടപ്പെടുത്തി. 2 ദുരന്തങ്ങളിലെ 2 തലത്തിൽ കണ്ടോ എന്നതാണ് പലരും സംശയം പ്രകടിപ്പിക്കുന്നത്. ഒന്ന്, തൃശ്ശൂർ പെട്ടെന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇവിടെ ഈ വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ടവർ അതൊക്കെ ഓരോ കുടുംബങ്ങളുടെ പ്രാണികളൊക്കെ ആയിരുന്നു. അപ്പോൾ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് മഞ്ഞളാംകുഴി MLA. ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ അഭിപ്രായം. ചാലട്ടണ്ണിനും അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് നടപടികൾ, അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാലട്ടൺ, പെരിന്തൽമണ്ണ. We create your future and the world safe in our hands. We need to prepare our students for their future because we are preparing students for jobs that have not been invented yet. We should be preparing students to be global. 21st century citizens are lifelong learners. Discipline is our first aim. We are trying to make the basic foundation stronger with highly skilled teachers. We encourage your kids' talents. World-class environment. Getting an international level of education to children of common people was out of dreams till yesterday. We just started. AUP School, Padaikara, Perindalmanna, Malappuram.